മുഖക്കുരു ട്രീറ്റ് ചെയ്യാൻ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ നിങ്ങൾക്ക് മുഖക്കുരു വന്ന സമയത്ത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്, പെട്ടെന്ന് പോയല്ലോ എന്നുള്ളത്. എൻ്റെ മുഖക്കുരു മാറിയിട്ടുള്ളത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നല്ല. ഞാൻ ഇപ്പോഴും ഇന്നും പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പിമ്പിൾസ് വരാത്തത്. എപ്പോഴെങ്കിലുമൊക്കെ ഞാനത് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എനിക്ക് മുഖക്കുരു വരാറുണ്ട്. കാരണം ഒരിക്കൽ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഈ മുഖക്കുരുവുള്ള ഫോട്ടോയിൽ ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ടാണ് ഉണ്ടായത്. അപ്പം എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, എൻ്റെ വെയിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മധുരം ഭയങ്കര കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം മധുരം എപ്പോഴൊക്കെ ഞാൻ കൂടുതൽ കഴിക്കുന്ന, അതുപോലെ തന്നെ പഴംപൊരി കഴിക്കുക എന്ന് പറയണത്, അതുപോലെ എന്തെങ്കിലും എണ്ണക്കടികൾ കഴിക്കുക, അത് ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ട് ഞാൻ ഒരുപാട് കഴിച്ചിരുന്നു. അത് എപ്പോഴൊക്കെ കഴിക്കുന്നു അപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ പിമ്പിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ആദ്യം ഒഴിവാക്കുക ചെയ്തത്. അതുപോലെ തന്നെ മിൽക്ക് ഒരുപാട് കഴിക്കുമ്പോൾ തന്നെ പിമ്പിൾസ് ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഈ ഐസ്ക്രീം, ജ്യൂസസ് തുടങ്ങിയതൊക്കെ മാക്സിമം ആയിട്ട് ഒഴിവാക്കണം. ഈ ചായയിൽ മാത്രം മധുരം ഒഴിവാക്കുന്ന ടെൻഡൻസി കുറച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ പോലും കുറച്ചുകൊണ്ട് വരികയാണ് വേണ്ടത്. അപ്പോൾ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കാന്ന് എന്ന് വെച്ചാൽ, റൈസ് ഐറ്റംസ്, നമ്മൾ അരി ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് മന്തി റൈസ്, ബിരിയാണി റൈസ് പോലെയുള്ളത് മാക്സിമം കുറച്ചുകൊണ്ട് വരിക. ഒട്ടും കഴിക്കരുതെന്നല്ല, മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുവരാൻ നോക്കണം. അതേപോലെ ഒട്ടും വർക്കൗട്ട് ചെയ്യാത്ത ആളാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ ഈ സ്കിൻ കെയറോ അല്ലെങ്കിൽ എന്ത് പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാലും അത് 100% മാറില്ല. 50% നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറ്റണം, ബാക്കി 50% മാത്രം സ്കിൻ കെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം.